ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. AR നഗർ കക്കാടംപുറത്ത് അതിഥി തൊഴിലാളികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഒറീസ സ്വദേശി രാംചന്ദ് പൂജാരിയാണ് മരിച്ചത്. തൊട്ടടുത്ത മുറിയിൽ താമസിക്കുന്നവരുമായാണ് സംഘർഷമുണ്ടായത്. മദ്യലഹരിയിലായിരുന്നെന്ന് സംശയിക്കുന്നു. സംഭവത്തിൽ അടുത്ത മുറിയിൽ താമസിക്കുന്ന ഇയാളുടെ ബന്ധുക്കൾ കൂടിയായ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കാറിൽ കടത്തുകയായിരുന്ന MDMAയുമായി യുവതിയെയും സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം ഊറകം നെല്ലിപ്പറമ്പ് തഫ്സീന, കൊണ്ടോട്ടി പുളിക്കൽ അമ്പലക്കൽ മുബഷിർ എന്നിവരെയാണ് പിടികൂടിയത്. പത്തനാപുരം പള്ളിപ്പടിയിൽ വെച്ച് പിടികൂടിയ 31 ഗ്രാം MDMA 1.5 ലക്ഷം രൂപ വില വരുന്നതാണെന്ന് പോലീസ് പറഞ്ഞു. ലഹരി കടത്താൻ ഉപയോഗിച്ച കാറും പിടിച്ചെടുത്തു. കാർ യാത്രക്കാരെ ആക്രമിച്ച് പണം തട്ടിയ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയും പോലീസ് വലയിൽ. കാറിൽ നിന്ന് 1.5 ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതി ദിലീലാണ് പോലീസിന്റെ പിടിയിലായത്. രാത്രിയിൽ ബൈക്കിൽ പെട്രോൾ കഴിഞ്ഞെന്ന വ്യാജേന കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ച് പണം തട്ടുകയായിരുന്നു. കുറ്റിപ്പുറം സ്വദേശി നൌഫലാണ് ആക്രമണത്തിനിരയായത്. പൊന്നാനിയിൽ യന്ത്ര തകരാർ മൂലം കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് വകുപ്പ് രക്ഷപ്പെടുത്തി. കടലിൽ പൊന്നാനി ഭാഗത്ത് കുടുങ്ങിയ ബോട്ടിനെയും തൊഴിലാളികളെയുമാണ് രക്ഷപ്പെടുത്തിയത്. മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ട ബുഷ്ര ബോട്ടാണ് യന്ത്ര തകരാർ മൂലം കടലിൽ കുടുങ്ങിയത്. വള്ളിക്കുന്ന് കൂട്ടുമൂച്ചി ശോഭന ജംഗ്ഷൻ റോഡിൽ അഴുക്കുചാൽ അടച്ചുള്ള ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പിട്ടത് മൂലം സമീപവാസികളിൽ ആശങ്കയ്ക്കിടയാക്കുന്നു. പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച അഴുക്കുചാലിലാണ് വെള്ളം ഒഴിഞ്ഞു പോകാൻ പഴുതില്ലാത്ത വിധം പൈപ്പ് ലൈൻ സ്ഥാപിച്ച് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. വരൾച്ചയും രോഗവും വന്നതോടെ നരണിപ്പുഴ കുമ്മിപ്പാലം പാടശേഖരത്തെ നെൽകൃഷി ഉണങ്ങൽ ഭീഷണിയിൽ. ബണ്ട് തകർന്ന ശേഷം പുനർനിർമ്മിച്ച വീണ്ടും കൃഷിയിറക്കിയ പാടശേഖരത്താണ് ഇലക്കരിച്ചിൽ രോഗം വ്യാപകമായിരിക്കുന്നത്. വൈകി കൃഷിയിറക്കിയതോടെ വരൾച്ചയും നെല്ലിനെ ബാധിച്ചു. DFI ജർമ്മനി സംഘടിപ്പിക്കുന്ന പരിശീലന ക്യാമ്പിലും ഫുട്ബോൾ മത്സരത്തിലും പങ്കെടുക്കാൻ മങ്കട ചേരിയർ സ്വദേശിയായ 9ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് നിഹാൽ ജർമ്മനിയിലേക്ക് പറക്കും. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.